ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ടീമാണ്. അതായത് ഓൺലൈൻ പേയ്മെന്റ് പ്ലാറ്റ്ഫോമിന്റെ ഒരു ടീമാണ് ഞാൻ ഈ പറഞ്ഞ മൂന്നാളുകളും. ഇതിലേക്ക് ഒരു പുതിയ എൻട്രി കൂടെ ഉണ്ട്, സൊമാറ്റോ ഡിജിറ്റൽ പേയ്മെന്റ്. ഇപ്പം നമുക്കറിയാലോ, ഈ ഡിജിറ്റൽ റെവല്യൂഷൻ വന്നതിന് ശേഷം, അതായത് ഓൺലൈൻ പേയ്മെന്റ് പ്ലാറ്റ്ഫോം ഒക്കെ സ്റ്റാർട്ട് ആയതിനു ശേഷം ഉണ്ടായ ടീമുകളാണ് ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ഒക്കെ. നമുക്കൊക്കെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ വളരെ വലിയ ഹ്യൂജ് എമൗണ്ട് നമുക്ക് ഓരോരുത്തർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതൊക്കെ ശരിക്കും നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ആണ്. അപ്പോൾ അതിലേക്കുള്ള ഒരു പുതിയ അഡ്മിഷനാണ് സൊമാറ്റോ ഡിജിറ്റൽ പേയ്മെന്റ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് വരുന്നതോട് കൂടി ഞാൻ ഈ പറഞ്ഞ മൂന്ന് ആപ്പുകൾക്കും, അതായത് ഇപ്പോൾ ഗൂഗിൾ പേ ആയാലും ഫോൺ പേ ആയാലും പേടിഎം ആയാലും, അവർക്ക് നല്ല രീതിയിലുള്ള വെല്ലുവിളിയാണ്. അതിനൊരു കാരണമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് എപ്പോൾ മുതലാണ് വരാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വരുന്ന ജാനുവരി 24 മുതൽ ഓൺലൈൻ പേയ്മെന്റ് പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കാനുള്ള പെർമിഷൻ RBI സൊമാറ്റോക്ക് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വരുന്നതോട് കൂടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗൂഗിൾ പേക്കൊക്കെ ഒരു വെല്ലുവിളിയാവുന്നത്. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ സൊമാറ്റോ എന്ന് പറയുന്ന ആ ഒരു ആപ്പ്, അതായത് ഈ പേര് ഇപ്പം നിങ്ങൾക്ക് കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട്, നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സൊമാറ്റോ. അപ്പോൾ അതിൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും കാലം നമ്മൾ ചെയ്തത് എന്താണ്, ആ സൊമാറ്റോ ആപ്പിൽ കയറിയതിന് ശേഷം ഏതെങ്കിലും ഒരു ഫുഡ് സെലക്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഒന്നെങ്കിലും പേയ്മെൻറ്റ് ചെയ്യാൻ ഗൂഗിൾ പേയിലേക്കോ അല്ലെങ്കിൽ ഫോൺ പേയിലേക്കോ നമ്മൾ സൊമാറ്റോ വഴി പോവുകയാണ് ചെയ്യൽ. അങ്ങനെ ചെയ്യുമ്പോൾ സൊമാറ്റോക്കും ഒരു എമൗണ്ട് കിട്ടും, അതുപോലെ തന്നെ ഗൂഗിൾ പേക്കും ഒരു എമൗണ്ട് കിട്ടും. പക്ഷേ ഇനി മുതൽ സൊമാറ്റോ തന്നെ അവരുടെ ആപ്പായ സൊമാറ്റോ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇറക്കിയതോടുകൂടി ഇനി നമുക്ക് ഈ പറഞ്ഞ ആപ്പുകളിലേക്ക് ഒന്നും പോകേണ്ട കാര്യമില്ല. അതായത് സൊമാറ്റോ വഴി ഇപ്പോൾ നമ്മളൊരു ഫുഡ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സൊമാറ്റോ ഡിജിറ്റൽ പേയ്മെൻറ്റ് വഴി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എമൗണ്ട് പേ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ഗൂഗിൾ പേ യൂസിങ്ങും അതുപോലെ തന്നെ ഫോൺ പേ യൂസിങ്ങും പേടിഎം യൂസിങ് ഒക്കെ കുറയും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊമാറ്റോ ഡിജിറ്റൽ പേയ്മെൻറ്റിൻ്റെ വാല്യൂ ഒറ്റയടിക്കങ്ങ് കൂടും. മാത്രമല്ല, കഴിഞ്ഞ വർഷം തന്നെ സൊമാറ്റോ ICICയുമായിട്ട് കൈ കോർത്തിട്ടാണ് UPI സർവീസുകൾ ആരംഭിച്ചത്. അപ്പോൾ അവരെല്ലാ കാര്യങ്ങളും ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വരുന്ന ജാനുവരി 24 മുതൽ സൊമാറ്റോ ഡിജിറ്റൽ പേയ്മെൻറ്റ് പ്രവർത്തനം ആരംഭിക്കും. അതോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സൊമാറ്റോയുടെ ഒരു കടന്നു വരവ്, അതായത് സൊമാറ്റോ ഡിജിറ്റൽ പേയ്മെൻറ്റിൻ്റെ ഒരു കടന്നു വരവ് നേരത്തെ പറഞ്ഞ മൂന്ന് ആപ്പുകൾക്കും ഒരു ചെറിയ പണി കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കെൻമി ഡിജിറ്റൽ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.